മാത്സ് ട്യൂബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് USS എക്സാമിന് പരീക്ഷയ്ക്ക് വരുന്ന മാത്തമാറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ ഒന്നിച്ച് കാണാൻ കഴിയും. അപ്പോൾ ഒന്നിച്ച് കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം സ്വയം കണ്ടുപിടിക്കുക. അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിയുന്നത് ഏത്, അറിയാത്തത് ഏത് എന്ന് മനസ്സിലാക്കാനും തുടർന്ന് അറിയാത്തവ പഠിക്കാനുമുള്ള അവസരമാണ് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സമയം കളയാതെ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, 9/1 പ്ലസ് 9/2 പ്ലസ് 9/3 പ്ലസ് 9/4 പ്ലസ് എക്സെട്രാ പ്ലസ് 9/99. ഇതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യം ഈ ഓരോന്നിന്റെയും വിലകൾ എഴുതുക. 9/1 9, 9 സ്ക്വയർ 81. ഈ 9ഉം 81 കൂട്ടി നോക്കുക, ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 90 കിട്ടും. ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 0 നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ അത്രയുമുള്ള സെറ്റുകളാക്കിയിട്ട് ജോഡികളാക്കിയിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂട്ടി 0 ആയതുകൊണ്ട് നമ്പറിന്റെ പവറിന്റെ പ്രത്യേകത, ഒരേ നമ്പറിന്റെ വ്യത്യസ്ത കൃതികൾ പവറുകളാണ് ഇവിടെ ഉള്ളത്. കണ്ടുവല്ലോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂട്ടിയിട്ടില്ല. ഒന്നിന്റെ സ്ഥാനത്ത് യൂണിറ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് നിങ്ങൾക്ക് നോ ഡൗട്ട് സംശയം ആവശ്യമില്ല. ഈ രണ്ടാമത്തതിന്റെയും കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് 0 ആണ് വരിക. ഇത് ഏത് നമ്പറുകൾക്കുള്ള ഇതും തമ്മിൽ 0 ആണെങ്കിൽ ഇതും 0 ആയിരിക്കും. ഇനി 4 കൂട്ടിയിട്ട് മാത്രമേ 0 കിട്ടുന്നുള്ളൂ എങ്കിൽ അടുത്ത 4 കൂട്ടിയാൽ 0 ആയിരിക്കും. അത് ഞാൻ വേറെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ അവസാനം 0 വരുന്നു, ഇതിന്റെ അവസാനം 2 0 വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ 99 വരെയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടി കഴിയുമ്പോൾ അതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് വരുന്നത് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കുക, 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 വരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 0 വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് 9/98 ഉണ്ടാവും, അതിനു മുമ്പ് 9/97 ഉണ്ടാവും അല്ലെ. അപ്പൊ നോക്കിയാൽ 1ഉം 2ഉം രണ്ടാമത്തത് കൂട്ടുമ്പോൾ 0 വന്നു, നാലാമത്തത് കൂട്ടുമ്പോൾ 0 വന്നു. അപ്പൊ 98ാമത്തത് ഈവൺ നമ്പർ വരുമ്പോഴായിരിക്കും അവസാനം എന്ത് വരുന്നുണ്ടാവുക, 0 വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ ഏറ്റവും അവസാനം ഇതിന്റെ അവസാനം എന്ത് വരില്ല, 0 വരില്ല. ഇതിന്റെ അപ്പുറം 9/100 ഉണ്ട് എന്ന് കരുതുക. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ അവസാനം എന്ത് വരുന്നില്ലതായിരിക്കും നമ്മളുടെ ആൻസർ. കാരണം ബാക്കി എല്ലാം നമുക്ക് 0 വന്നു. നോക്കൂ, ഇതിന്റെ അവസാനം വരുന്നത് ശ്രദ്ധിക്കണം, ഫസ്റ്റ് നമ്പർ അതിൻ്റെതാണ് അവിടെ ഒന്നിന്റെ സ്ഥാനത്ത് വരിക. അപ്പൊ 9/1 വിലയാണ് വരിക 9. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും, ആൻസർ ഈക്വൽ നമുക്ക് കിട്ടും 9 എന്ന് കിട്ടും. അപ്പൊ ഓരോന്നിന്റെ വിലകൾ എഴുതുക, കൂട്ടി നോക്കി 0 കിട്ടുന്നുണ്ടെങ്കിൽ എത്രണ്ണം കൂട്ടിയിട്ടാണ് 0 കിട്ടുന്നത് എങ്കിൽ അതേപോലെയുള്ള സെറ്റുകളെല്ലാം 0 ആയിരിക്കും. അപ്പൊ ഏറ്റവും അവസാനത്തെ നമ്പറാണ് ഇവിടെ വരിക. ഈ അവസാനത്തെ നമ്പറിന്റെ ഏറ്റവും ലാസ്റ്റിൽ എന്ത് വരും എന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്പറിന്റെ അവസാനം വരുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമ്പർ എന്താ വരിക, 9. അപ്പൊ ഇതിന്റെയും അവസാനത്തെ നമ്പർ എത്രയായിരിക്കും, അവസാനിക്കുന്നത് 9 അതുകൊണ്ടാണ് യൂണിറ്റ് ഡിജിറ്റ് 9 വരുന്നത്. കാരണം ഇത് ബാക്കിയെല്ലാം 0കളാണ്. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ എക്സ്ട്രാ പറയുകയാണ്. 2/1 ഇങ്ങനെ വരുന്നാൽ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നിന്റെ സ്ഥാനത്ത് എത്ര ആയിരിക്കുന്നു നോക്ക്. 2/1 എന്ന് പറഞ്ഞാൽ 2, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 2 ക്യൂബ് 2 2 2 8 മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കൂട്ടി നോക്കിയാൽ 2ഉം 4ഉം 6, 6 8 14, 0 ആയിട്ടില്ല. 2 + 4 6, 6 + 8 14, 0 കിട്ടിയില്ല. ഈ 2/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 2ന് 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 16 ആണ് കിട്ടുക. കൂട്ടി നോക്ക്, 2 4 6, 6 8 14, 14 16
നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി. ഇതിന്റെ മീനിങ് എന്താ? ഈ 4 എണ്ണം 0 ആണെങ്കിൽ അടുത്ത 4 എണ്ണം 0 ആയിരിക്കും, അടുത്ത 4 എണ്ണം 0 ആയിരിക്കും എന്നാണ്. അപ്പൊ 2⁻1 മുതൽ ഇവിടെ 2⁻32 32 എണ്ണായില്ലത്. അപ്പൊ 4 എണ്ണത്തിന് അവസാനം 0 ആണെങ്കിൽ അടുത്ത 4 എണ്ണത്തിനും 0 ആയിരിക്കും. അപ്പൊ 32 വരിയിലെ ഏറ്റവും ലാസ്റ്റത്തിന് എത്രയായിരിക്കും? അവസാനം നമുക്ക് വരുന്നതും അതും 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് എന്തായിരിക്കും? ആൻസർ നമുക്ക് കിട്ടും 0 എന്ന് പറയുന്ന ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഈ 4 എണ്ണത്തിലാണ് നമുക്ക് 0 വരുന്നത്. അപ്പൊ അടുത്തതിന്റെ 4, അപ്പൊ 32 വരെയുള്ള ടേംസിൽ 8 4കൾ ഉണ്ടാവും. ഓരോ 4നും അവസാനിക്കുന്നത് എത്രയായിരിക്കും? 0. അതുകൊണ്ട് യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് 0. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളാണ്. ഒന്നാമത്തെ പൈപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 6 hours കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ പൈപ്പാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 4 മണിക്കൂർ കൊണ്ടാണ് ടാങ്ക് നിറയുക. 2 പൈപ്പ് ഒന്നിച്ചിട്ട് ഓപ്പൺ ചെയ്താൽ തുറന്നാൽ എത്ര സമയം കൊണ്ട് നിറയും എന്നതാണ്. ഇത് ഈ 2 തരത്തിലുള്ള 2 രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂന എ എന്നെടുക്കുക 6, രണ്ടാമത്തെ വാല്യൂന ബി എന്നെടുക്കുക 4. അപ്പൊ രണ്ടും ഒന്നിച്ച് ചേർന്നാൽ എടുക്കുന്ന സമയം ഓർമ്മിക്കുക എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി. അങ്ങനെ ഓർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർമ്മിച്ചാൽ മതി ഇവയുടെ പ്രൊഡക്റ്റ് ബൈ സം. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഗുണനഫലം ബൈ തുക. ഗുണനഫലം ബൈ തുക എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. അതായത് തന്ന വാല്യൂസിന്റെ ഗുണനഫലം ബൈ തുക. അപ്പൊ ഇവിടെ എത്ര വരുന്നു നോക്കിയാൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി. അപ്പൊ നമുക്ക് കിട്ടും 6 × 4 / 6 + 4. 6 4 24. അപ്പൊ 24/10 എന്ന് കിട്ടും. അപ്പൊ 24/10 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 2.4 മണിക്കൂർ എന്ന് കിട്ടും. 2.4 hours. 24/10 2.4 ആവുമല്ലോ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ 2.4. 2.4 മണിക്കൂറാണ്, അവേഴ്സ് ആണ്. അപ്പൊ അതിനെ മിനിറ്റിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ 0.4 അവറിനെ മിനിറ്റിലേക്ക് മാറ്റണം. അപ്പൊ 1 അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറഞ്ഞാല് 60 മിനിറ്റ് ആണ് വരിക. 60 മിനിറ്റ്. അപ്പൊ 0.4 അവർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 0.4 × 60 മിനിറ്റ്. അപ്പൊ നമുക്ക് കിട്ടും എത്ര? 24 മിനിറ്റ്. അപ്പൊ ആൻസർ മണിക്കൂറും മിനിറ്റും ആയിട്ട് പറയുമ്പോൾ ഇത് വരിക 2 മണിക്കൂർ 2 അവർ 24 മിനിറ്റ് 24 മിനിറ്റ്സ് വരും ഇതിന്റെ ആൻസർ. ഓക്കെ. അപ്പൊ 2 പൈപ്പുകളുടെ കാര്യം വന്നിട്ട് അത് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ എത്ര സമയം ഉണ്ടാവും എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ബൈ സം ആണ് അതിന്റെ ഉത്തരം വരിക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോ 2 പൈപ്പുകൾ ഒന്നിച്ചിട്ടാണ്. ഇനി ചിലപ്പോ ചോദ്യത്തില് എ എന്ന് പറയുന്ന പൈപ്പ് നോക്കിക്കോളൂ കുട്ടികളെ. എ എന്ന് പറയുന്ന പൈപ്പ് മാത്രം ഓപ്പൺ ചെയ്താല് അത് 20 മിനിറ്റ് കൊണ്ട് നിറയും. എയും ബിയും ഒന്നിച്ച് പ്രവർത്തിച്ചാല് 2 പൈപ്പുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ 12 മിനിറ്റ് കൊണ്ട് നിറയും. എങ്കിൽ ബി മാത്രം പ്രവർത്തിച്ചാല് എത്ര സമയം കൊണ്ടാവുന്നില്ല വേറൊരു ടൈപ്പിലും ചോദ്യം വരാം. അപ്പോൾ അവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അപ്പോൾ എലോൺ വരുന്ന സമയത്ത് ആൻസർ വരിക പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ് എന്നാണ് വരിക. പ്രൊഡക്റ്റ് തന്നിരിക്കുന്ന വാല്യൂവിന്റെ പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ്. മലയാളത്തിൽ പറഞ്ഞാല് ഗുണനഫലം ബൈ വ്യത്യാസം. അപ്പോ ഇവിടെ എന്താണ് വരിക? ഇങ്ങനത്തെ ചോദ്യത്തില് ഇത് ഒരു പൈപ്പ് 20 മിനിറ്റ് കൊണ്ട്, 2 പൈപ്പ് ഒന്നിച്ചിട്ടാകുമ്പോൾ 12 മിനിറ്റ് കൊണ്ട്. എങ്കിൽ രണ്ടാമത്തെ പൈപ്പ് മാത്രം വന്നു കഴിഞ്ഞാൽ അർത്ഥം പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ്, ഗുണനഫലം ബൈ വ്യത്യാസം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമ്മൾ എന്തൊക്കെയാ വരിക? 2 വിലകളാണ് തന്നെ അല്ലെ? 20ഉം 12ഉം അല്ലേ നമുക്ക് തന്നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗുണനഫലം 20 × 12 ഡിവൈഡഡ് ബൈ 20 - 12. ശ്രദ്ധിക്കണേ, മേലെ പ്രൊഡക്റ്റ് തന്നെ താഴെ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 240/8. 240/8 നമുക്ക് എത്ര കിട്ടും? 30. ഇപ്പൊ ആൻസർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പൊ 2 തരം ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഒന്നിച്ചിട്ടാകുമ്പോൾ താഴെ സമ്മാണ്,
ഒറ്റൊന്ന് മാത്രം ആവുമ്പോൾ താഴെ ഡിഫറൻസ് ആണ്, അതാണ് വ്യത്യാസം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. എക്സിന്റെ 10% വൈയുടെ 20% ആയാൽ x/y എത്ര? 10% of x is 20% of y. ഓക്കെ, അപ്പൊ എക്സിന്റെ 10% അല്ലെങ്കിൽ 10% of x എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? x into 10/100. 10%ന് 10/100, 10% x into ഓക്കെ 10/100 ഈക്വൽ ടു ഈസ് വൈയുടെ 20%. അപ്പൊ y into 20/100. ശ്രദ്ധിക്കുക കുട്ടികളെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x/y ആണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മതിച്ചില്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇതിന്റെ ഡിനോമിനേറ്റർ രണ്ടെണ്ണത്തിലും എന്തുണ്ട്? സീറോസ് ഉണ്ട്. ഈ സീറോ പോയി, ഈ സീറോയും പോയി. അപ്പൊ ബാക്കി എന്ത് കിട്ടും? നമുക്ക് ഇവിടെ കിട്ടുന്നത് 10x ഈക്വൽ ടു 20y. 20 into y നമുക്ക് 20y. അപ്പൊ ഇതിൽ നമുക്ക് 10x y ഇങ്ങോട്ട് എടുക്കാം നമുക്ക്. അപ്പൊ എന്ത് കിട്ടും? 10x by y, ഈ ഇൻറ്റു y ഇതിന്റെ ബൈ y ഈക്വൽ ടു 20. ഇനി ആരെടുത്താൽ മതി? കണ്ടുപിടിക്കേണ്ടത് x by y ആണ്. x/y, x by y. അപ്പൊ x by y ഇവിടെ ഉണ്ട്. 10 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x by y ഈക്വൽ ടു 20 ഇൻറ്റു 10 എന്നുള്ളത് ബൈ 10. ഓക്കെ, അപ്പൊ നമുക്ക് 0 കട്ട് ചെയ്യാം. x by y എന്ന് പറഞ്ഞാൽ എന്താണ്? x/y ആണ്. അപ്പൊ നമുക്ക് ആൻസർ x/y ഈക്വൽ ടു 2:1 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ രണ്ടും കൂടെ പെർസെന്റേജ് ഈക്വൽ ആക്കിയിട്ട് എഴുതുക. എന്നിട്ട് അപ്പുറം ഇപ്പുറമുള്ള 0 കട്ട് ചെയ്യുക. ഇവിടെ വേണമെങ്കിൽ സീറോയും ഈ സീറോയും കട്ട് ചെയ്യുക. x into 1 ഈക്വൽ ടു y into 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിലാവും. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പം ഈ സീറോയും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. x എന്ന് എഴുതുമ്പോൾ കുട്ടികൾ തെറ്റിക്കും. x into 1 തന്നെ എഴുതണം ഈക്വൽ ടു y into 2. x എന്ന് മാത്രം എഴുതുമ്പോൾ x by y എഴുതുമ്പോൾ കുട്ടികൾക്ക് 2 കിട്ടും. ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ x into 1 ഈക്വൽ ടു y into 2. അപ്പൊ ഈ y നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ x into 1 by y ഈക്വൽ ടു 2. ഇനി into 1 അപ്പുറത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് കിട്ടും x by y ഈക്വൽ ടു 2/1. ഓക്കെ, ഇനി x by y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2/1 എഴുതാറുണ്ട് കുട്ടികൾക്ക്. അതിനെ കാട്ടി എളുപ്പമായി. അപ്പൊ നമുക്ക് ആൻസർ x/y ഈക്വൽ ടു 2:1. ഓക്കെ, അപ്പൊ ഈ തരത്തിലും ആൻസർ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾക്ക്. ആവറേജ് ഓഫ് 7 കൗണ്ടിങ് നമ്പേഴ്സ് ഈസ് a. അതായത് തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി a ആണ്. ഇനി അതിനെ തുടർന്ന് വരുന്ന 2 എണ്ണൽ സംഖ്യകൾ കൂടി ചേരുമ്പോൾ ആവറേജ് എന്തായി വരുന്നു? 7 a ആണ്, അതിന്റെ കൂടെ അടുത്ത 2 കൂടെ ചേർന്ന് വരിക. അപ്പോ എത്ര വരും എന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കാം. നമ്മൾ 1, 2, 3, 4, 5, 6, 7 തുടർച്ചയായിട്ട് 7 എണ്ണം അല്ലേ? 7 എണ്ണമാണ്. അപ്പൊ ഇതിന്റെ ആവറേജ് എന്താ വരിക? ഈ 1ാമത്തെയും 7ാമത്തെയും കൂട്ടിയിട്ട് തുടർച്ചയായിട്ട് വരുമ്പോ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ 1 + 7/2 നമുക്ക് എത്ര കിട്ടും? 8/2. നമുക്ക് ആൻസർ 4 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇതിന്റെ ആവറേജ് 1ാമത്തെയും അവസാനത്തെയും കൂട്ടിയിട്ട് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും 1 മുതൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടി? 4 കിട്ടി. ഇതിന്റെ കൂടെ 2 നമ്പറും കൂടെ ചേരുന്നു. അപ്പൊ 8, 9 ചേരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ അപ്പൊ എത്ര വരും നോക്കിയാൽ 1 മുതൽ 9 വരെ വരുമ്പോ നോക്ക്. 1 മുതൽ 9 വരെ വരുമ്പോ 1 + 9/2. അപ്പൊ 10/2 നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. അപ്പൊ നോക്കിയാൽ ആദ്യത്തെ 7 ആകുമ്പോ 4 വന്നു. അതിന്റെ കൂടെ 2 കൂടെ വരുന്ന സമയത്ത് അടുത്ത നമ്പർ വന്നു. അതായത് ഒരു പ്രത്യേകത അറിയേണ്ടത്, എണ്ണൽ സംഖ്യകൾ തുടർച്ചയായിട്ട് വരുന്നതിന്റെ ഒരു ആവറേജ് നമ്മൾക്ക് തന്നിട്ട് തുടർന്ന് 2 നമ്പർ കൂടെ വരുന്നുണ്ടെങ്കിൽ ആവറേജിന്റെ കൂടെ ആ 2 എണ്ണം വരുന്നതിന്റെ ആവറേജ്, അതായത് നമുക്ക് അതിന്റെ കൂടെ 1 നമ്മൾ കൂട്ടിയാൽ മതി. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടി? നമ്മൾ ഇതിന്റെ a ആണ് 7 എണ്ണത്തിൻ്റെത്. തുടർന്ന് 2 എണ്ണം കൂടെ വരുമ്പോൾ ആവറേജ്, അതായത് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും a+1. പ്രിയപ്പെട്ട കുട്ടികളെ ഒന്നുകൂടെ മനസ്സിലാക്കിക്കോ. 7 എണ്ണത്തിൻ്റെത് വരുന്നത് a ആണ്. ഇനി അതിന്റെ തുടർച്ചയായിട്ട് 4 എണ്ണം വരുന്നുണ്ട് എന്ന് വിചാരിച്ചോ. തുടർച്ചയായിട്ട് 4 എണ്ണം കൂടെ വന്നിട്ട് അതിന്റെ ആവറേജ് എത്ര?
ആകെ ആവറേജ് എത്ര വരുന്നു എന്ന് ചോദിക്കുമ്പോൾ 4 എണ്ണമാണ് കൂടുതൽ വരുന്നതെങ്കിൽ അതിന്റെ കൂടെ അത് നേരെ പകുതിയാണ് ആദ്യത്തെ ആവറേജിന്റെ കൂടെ കൂട്ടേണ്ടത്. 4ന്റെ പകുതി എത്രയാ വരിക? 2. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടും? A+2. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ നോക്കാൻ പറ്റും. 8, 9, 10, 11. ഇപ്പൊ ഇത്ര വരെ വരുന്നുണ്ട് വിചാരിച്ചോ. അപ്പൊ ഇതിന്റെ ആവറേജ് എത്ര കിട്ടുക? 1 മുതൽ 11 വരെ എത്ര കിട്ടും? 1 കൂട്ടണം 11/2 12/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 6. ആദ്യത്തെ ആവറേജ് എത്രയായിരുന്നു? 4. ഈ 4 വരുമ്പോ 7 വരെയാണ് അല്ലെ? ശരാശരി 4 വരുമ്പം 7 വരെയുള്ളതിന്റെ ശരാശരിയാണ്. അതിന്റെ കൂടെ 4 എണ്ണം കൂടി, അപ്പൊ ആവറേജ് 6. 4 എണ്ണം കൂടുമ്പോ ഇതിന്റെ കൂടെ 2 കൂടി. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതേ സമയത്ത് 2 എണ്ണം കുറയുകയാണെന്ന് വിചാരിച്ചോ, തന്നിരിക്കുന്ന ആവറേജിൽ നിന്ന് 1 കുറയും. 7 എണ്ണത്തിന്റെ ആവറേജ് A ആണ്. അതിൽ അവസാനത്തെ 2 നമ്പർ കുറയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ എയിൽ നിന്ന് 1 കുറക്കണം. എത്ര എണ്ണം കൂടുതൽ വരുന്നോ ശരാശരി പറയുമ്പോൾ അതിന്റെ പകുതിയാണ് ആദ്യത്തെ ശരാശരിയുടെ കൂടെ കൂടി കൂടി പോകുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ എടുത്തത്. ചില ചോദ്യങ്ങളിൽ കുട്ടികളെ ചോദ്യം മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ള ചെറിയ എക്സാമ്പിൾ എടുത്തിട്ടും നിങ്ങൾക്ക് ആൻസറിന്റെ ബന്ധങ്ങൾ, റിലേഷൻസ് പരിശോധിക്കാൻ കഴിയും. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 6⁴ into 5 ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, എത്ര ഘടകങ്ങളുണ്ട്? ഹൗ മെനി ഫാക്ടേഴ്സ് ഫോർ ദിസ് നമ്പർ 6⁴ into 5 എന്നാണ് നിങ്ങൾക്ക് ഇവിടെ ചോദ്യത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫാക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. അതിന്റെ ബേസ് എപ്പോഴും പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പൊ ഇതൊരു അഭാജ്യ സംഖ്യയാണ്, എന്നാൽ ഇതല്ല. അപ്പൊ 6 നമുക്ക് പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? 2 into 3 ആണ്. അപ്പോ 6 2 into 3 ആയതുകൊണ്ട് 6⁴ എന്തായിരിക്കും? 2⁴ into 3⁴. അതായത് 2നും ഈ പവർ കൊടുക്കുക. അപ്പൊ ഇതിനെ പകരം എങ്ങനെ എഴുതാം? 2⁴ into 3⁴ into ഈ 5⁴. ഓക്കെ, ഇപ്പൊ ഇത് മനസ്സിലായല്ലോ. 5നെ 5⁴ എഴുതാം. ഇത് പ്രൈം അഭാജ്യ സംഖ്യ അല്ലാത്തത് കൊണ്ട് 6ന് 2 into 3 എഴുതാം. 6⁴ എന്ന് പറഞ്ഞാൽ ഇതിന് 4 കൊടുക്കുമ്പോൾ ഇതിന് 2നും 4 എന്നുള്ള പവർ തന്നെ കൊടുക്കണം. അപ്പൊ ഇതും അഭാജ്യ സംഖ്യ, ഇതും അഭാജ്യ സംഖ്യ, ഇതും അഭാജ്യ സംഖ്യ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ പവർ 4 ആണെങ്കിൽ അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് എഴുതുക 5. ഇത് 4 ആണെങ്കിൽ അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് എഴുതുക 5. ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് എഴുതുക 1 ആഡ് ചെയ്തിട്ട് എഴുതുക 2. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ റൗണ്ട് ചെയ്ത് ആഡ് ചെയ്ത ആ സാധനങ്ങളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 5 into 5 into 2. ഐഡിയ മനസ്സിലായല്ലോ? 5 into 5 into 2 ഈക്വൽ ടു നമുക്ക് കിട്ടും 5 5 25 2 50 50 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ ഇതിന് എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയുണ്ട്? 50 ഫാക്ടേഴ്സ് ഇതിന് ഉണ്ടാവും. 50 ഘടകങ്ങൾ ഉണ്ടാവും. ഐഡിയ മനസ്സിലാക്കണം. ബേസ് നമ്പർ ആയിരിക്കണം, അഭാജ്യ സംഖ്യ ആയിരിക്കണം. ഇതിനെ മാറ്റിയിട്ട് ആകുമ്പോൾ എല്ലാം പ്രൈം നമ്പർ തന്നെ കിട്ടി. ശ്രദ്ധിക്കുക, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 5 എല്ലാം സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ അതിന്റെ പവറിന്റെ പേര് 1 ആഡ് ചെയ്യുക, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതുക. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻ എല്ലാ വർഷവും പരീക്ഷയ്ക്കും പല രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ കൂടെയും ചില എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. ബൈ.